ഹലോ എവരിവൺ. അപ്പോൾ എല്ലാവർക്കും ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ ശരത്. അപ്പോൾ ഇന്ന് നമ്മൾ കൂലി സിനിമയുടെ ട്രെയിലർ വരുന്നുണ്ട്. അപ്പോൾ കുറച്ച് മിനിറ്റിനുള്ള ട്രെയിലർ വരും. ഇപ്പം സൺ ടി വിയുടെ ആൾക്കാരൊക്കെ ആരും നമുക്ക് അറിയില്ല അത് എങ്ങനെയാണ് ട്രെയിലർ റിലീസ് ചെയ്യുക, നേരം വൈകുമല്ലോ എന്നൊന്നും അറിഞ്ഞൂടാ. പക്ഷെ ഞാൻ കരുതി ഇൻട്രോ ചെയ്ത് തുടങ്ങിയേക്കാം എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഈ വർഷം ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്യുന്ന കുറച്ച് സിനിമകളിൽ ഒന്ന് എന്തായാലും കുറച്ച് നല്ല, ഇനിയിപ്പോൾ ഈ വർഷം വേറൊരു സിനിമ നമ്മൾ വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് തോന്നണില്ല. ഓരോന്ന് വരുന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു സിനിമയുടെ അത്ര ഹൈപ്പ് വേറെ ഒന്നിനും ഉണ്ടെന്ന് ഇനിയിപ്പോ എനിക്ക് തോന്നുന്നില്ല. എന്തിന് വാർ 2 എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ഒരു ഉണ്ടായിരുന്ന ഹൈപ്പ് എനിക്കിപ്പോ ആ സിനിമയ്ക്കായിരുന്നു എനിക്ക് ഇതിനേക്കാളും ഹൈപ്പ് ഉണ്ടായിരുന്നു ആദ്യം. പക്ഷെ ഇപ്പൊ എനിക്ക് ഇതിലാണ് അതിനേക്കാൾ ഹൈപ്പ് തോന്നുന്നത്. അത് മോശം സിനിമയാണോന്നല്ല, അത് കണ്ടു കഴിഞ്ഞാലേ മനസ്സിലാവുള്ളൂ. എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ ഇല്ലയോ അറിയില്ല. ബേസിക് ആയിട്ടുള്ള സിനിമയായിട്ടാണ് തോന്നുന്നത്. പക്ഷെ കൂലി എന്ന് പറഞ്ഞ സിനിമ ആദ്യം അനൗൺസ് ചെയ്ത സമയത്ത്, ലിയോന് ശേഷം അനൗൺസ് ചെയ്തപ്പോ നമുക്ക് എല്ലാവർക്കും ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. കാരണം ലോകേഷ് കനകരാജിന്റെ പടത്തിൽ രജനീകാന്തിനെ എങ്ങനെയാണ് പ്രസന്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു ആകാംക്ഷ നമ്മുടെ ഉള്ളിലുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ അനൗൺസ് ചെയ്തു എന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരുന്ന ഒരു പ്രതീക്ഷ ഇത് എൽ സി യു ആയിരിക്കണേ എന്നായിരുന്നു. പക്ഷെ ലോകേഷിനെ വന്നിട്ട് പറഞ്ഞു എൽ സി യു അല്ല, സ്റ്റാൻഡ് അലോൺ ആണ് എന്ന് പറഞ്ഞു. ആ സമയത്ത് നമുക്ക് എല്ലാവർക്കും ഒന്ന് താന്നു പോയതായിരുന്നു ഈ ഒരു സിനിമയുടെ ഹൈപ്പ്. പിന്നീട് ഈ സിനിമയുടെ അപ്ഡേറ്റുകൾ വരുന്നതാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല എന്നായിരുന്നു. ഇതിന്റെ കാസ്റ്റ് റിവീലേക്ക് കഴിയുമ്പോൾ നാഗാർജുന, സൗബിൻ, ഉപേന്ദ്ര, സത്യരാജ്, ശ്രുതി ഹസൻ, ഇപ്പൊ ഫൈനലി അമീർ ഖാൻ പറഞ്ഞു. ഇവരൊക്കെ റിവീലേക്ക് കഴിയുമ്പോൾ നമ്മുടെ ഹൈപ്പ് കൂടിയത്. ഇപ്പോ പലർക്കും ഡൗട്ട് സിനിമ എൽ സി യു ആണോ അല്ലയോ എന്നുള്ളതൊക്കെ ഉണ്ട്. നമുക്കറിയില്ല, അത് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. എനിക്ക് പേഴ്സണലി ഞാൻ വളരെയധികം ഹൈപ്ഡ് ആയിട്ടിരിക്കുന്ന സിനിമയാണ്. എൽ സി യു ആണെങ്കിലും അല്ലെങ്കിലും രജനീകാന്തിനെ എങ്ങനെയാണ് പ്രസന്റ് ചെയ്യാൻ പോകുന്നതെന്ന് ഞാൻ ഭയങ്കര ഹൈപ്പിലിരിക്കുന്ന ഒരു കാര്യമാണ്. കാരണം കുറെ നാളിന് ശേഷമാണെന്ന് തോന്നുന്നു രജനീകാന്തിന്റെ സിനിമ ഞാൻ കണ്ടിട്ടില്ല. ഒരു എ സർട്ടിഫിക്കറ്റ് കിട്ടിയ ഒരു രജനീകാന്ത് പടം ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല. അപ്പോൾ ഇതിന് മുമ്പ് കിട്ടിയിട്ടുണ്ടെന്നുണ്ട് 2-3 സിനിമയ്ക്ക്, പക്ഷെ വർഷങ്ങൾക്ക് മുമ്പാണ് അത്. അപ്പോൾ അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിയ ലോകേഷിന്റെ കയ്യിൽ രജനീകാന്ത് എങ്ങനെ ഉണ്ടാവും എന്ന് കാണാനുള്ള ഒരു ആകാംക്ഷയുണ്ട്. അപ്പോൾ ട്രെയിലറിൽ എന്താണ് നമുക്ക് കിട്ടാന്ന് അറിയില്ല. എന്തായാലും കുറച്ച് മിനിറ്റ് ട്രെയിലർ വരുന്നതായിരിക്കും. അപ്പോൾ കുറച്ച് മിനിറ്റ് കഴിഞ്ഞ് ഞാൻ വരാം, റിയാക്ഷനിലേക്ക് നമുക്ക് കിടക്കാം. അപ്പോൾ ട്രെയിലർ വന്നിട്ടുണ്ട്, കൂളി ഒഫീഷ്യൽ ട്രെയിലർ. അപ്പോൾ റിയാക്ഷനിലേക്ക് കിടക്കാം. ஒருத்தன் பிறந்த உடனே அவன் எவன் கையில சாகுனான்னு நெத்தில எழுதிருக்குன்னு நினைக்கிறேன். ஒரு மனுஷன் இந்த உலகத்திலேருந்து ட்ரேஸே இல்லாம தூக்க முடியும் தெரிஞ்சா இட் கேன் பி a disaster. இந்த நெட்வொர்க்கால மட்டும் அவனுக்கு பெரிய ஆளான மாதிரி தெரியல. കൊള്ളാലോ സംഭവം. അമീർ ഖാൻ, നാഗാർജുന അവരൊക്കെ ഉണ്ടല്ലോ വെറൈറ്റി ആയിട്ട്. എന്റെ അമ്മേ, இங்க இருக்க 14,400 பேர்ல எனக்கு தேவை அந்த ஒரு புலி, அந்த ஒத்த புலி. എന്താ സംഭവം? ஒரு இடம் விடாம தோட்டம் இறக்குறா. 30 வருஷமா ஒருத்தனை ஆஃப்லைன்லயே வச்சிருக்கேன். தலைவரு യാ ഏറ്റാ ഓരെ മാസ്. எனக்கு நான் எங்கேயோ பார்த்த மாதிரி இருக்கு. എല്ലാരും കട്ടക്ക് ഇതാവുണ്ടല്ലോ. ഉപേന്ദ്ര, ശ്രുതി ഹസൻ, സത്യരാജ്, അമീർ, പൊളി. யாரும் இல்லாம தனியா வாழ்ந்து பழகிட்டீங்க. அவர் உங்களுக்கு வெறும் ஃப்ரெண்டு தான், எங்களுக்கு அப்பா. சூப்பர். அவன் உங்களுக்கு அப்பாவா இருக்கலாம், ஆனா அவன் எனக்கு நண்பன். எட்ரா கொக்கி. എന്റെ രജനി ഫൈറ്റ് പൊളി. എന്താ സംഭവം പറഞ്ഞാല് അമ്പോ.
എല്ലാവർക്കും കൊല ഡാൻസ് ഒക്കെ. ആ தேவா பத்தி தெரிஞ்சிருந்தோ என்கிட்டயே விளையாடி இருக்கு. ഓ അയ്യോ, സംഭവങ്ങളാ. എന്തായാലും കലക്കുന്നുണ്ട് സിനിമ. ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല, ഞാൻ ഈ ട്രെയിലർ കണ്ടപ്പോ ഞാൻ ഫുൾ ഓൺ വയലൻസ് ആഫ്റ്റർ വയലൻസ് ലിയോ മാറ്റൊക്കെ ഒരു ട്രെയിലർ ആയിരിക്കും പ്രതീക്ഷിച്ച. ലിയോനുണ്ടായിരുന്ന ആ ഒരു ഗുമ്മ് അല്ലെങ്കിൽ നമുക്ക് കാണുമ്പോ ഓ എന്റെ അമ്മോ എന്നൊരു ഫീലിങ് ഈ ട്രെയിലറിന് ഇല്ല. പക്ഷെ അതിന് നേരെ തിരിച്ച് ആ ആ ലിയോന് നമുക്ക് ഒരു ഹൈപ്പ് ഉണ്ടാകുന്നത് അങ്ങനത്തെ ഒരു വയലന്റ് വിജയനെ കാണാത്തൊരു ഷെയ്ഡിൽ കാണുന്നു എന്നുള്ളതാണ്. ഇതിൽ രജനീനെ അങ്ങനെ കാണുന്നുണ്ട്. പക്ഷെ എനിക്ക് കൂടുതലും ഫീൽ ചെയ്ത ഈ ട്രെയിലർ മൊത്തത്തിലൊരു പടം ഒരു സയൻസ് ഫിക്ഷൻ പടമാണോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. കാരണം ആക്ഷൻ ത്രില്ലറാണ്, പക്ഷെ പല എലമെന്റുകളും ഓരോ സീക്വൻസുകളും കാണിക്കാനൊക്കെ ഉണ്ട്. ഇത് ലോകേഷിന്റെ സ്ഥിരം പരിപാടി അല്ലല്ലോ എന്നുള്ളൊരു. കാരണം നമുക്കറിയാം ലോകേഷ് ഫുള്ള് കൈതി വിക്രം ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ടെറിട്ടറി മാറ്റി പിടിച്ചിട്ടുണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ട്. പടം എല്ലാവരും പ്രസന്റ് ആയിട്ടൊക്കെ കാണാൻ ട്രെയിലർ വന്നിട്ടുണ്ട്. പടം എങ്ങനെയാണെന്ന് നമുക്ക് അറിയില്ല. ബട്ട് മാൻ, എനിക്ക് എന്തായാലും പടത്തിൽ ഒരു ഹൈപ്പ് ഉണ്ട്, ഇല്ല എന്ന് പറയണില്ല. ട്രെയിലർ ഗംഭീരമാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു തക്കേടില്ലാത്ത നല്ലൊരു ട്രെയിലർ തന്നെയാണ്. ഇനി സിനിമ കണ്ടി വരും നമുക്ക്. കാരണം സത്യം പറയപ്പോ ട്രെയിലർ ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഞാൻ ക്ലൂലെസ് ആയിട്ടിരിക്കണം. ഇപ്പൊ എന്താണ് സംഭവം എന്നുള്ളൊരു കൺഫ്യൂഷൻ എനിക്കുണ്ട്. ഇനിയിപ്പോ ഞാൻ രണ്ടാമത് മിക്കവാറും ട്രെയിലർ ഒന്നുകൂടി കാണുന്നുണ്ടാവും റിയാക്ഷനും ഇതൊക്കെ ചെയ്തതിന് ശേഷം. പക്ഷെ ഒരു സയൻസ് ഫിക്ഷന്റെ ഒരു മണമടിക്കുന്നുണ്ട് പടം, ആക്ഷൻ ത്രില്ലർ അല്ലാതെ. അപ്പൊ സർട്ടിഫിക്കറ്റ് ഒക്കെയാണ് കിട്ടിയേക്കുന്നത്. പിന്നെ ലാസ്റ്റ് രജനീന്റെ ഒരു അതിന്റെ ഒരു പഴയ ഇതൊക്കെ കാണിക്കുന്നുണ്ട്. കണ്ടറിയാം എങ്ങനെ ഉണ്ടാവും സിനിമ എന്നുള്ളത്. ഇത്രയും പേര് സിനിമയിൽ എല്ലാവരെയും ഹാൻഡിൽ ചെയ്യുന്നത് എങ്ങനെ. ഇനിയിപ്പോ കണ്ടിട്ട് LCU ആയിട്ട് ബന്ധമുണ്ടെന്ന് എനിക്ക് ഒട്ടും തന്നെ തോന്നുന്നില്ല. കാരണം ലിയോൻ ഉണ്ടായിരുന്ന മാതിരി കൂടി ഒരു ലിയോൻ ഉണ്ടായിരുന്നു ഒരു LCU ടച്ച് അവിടെ ഇവിടെ ഒക്കെ ഒരു ഫീല് കിട്ടുന്നുണ്ടായിരുന്നു. പക്ഷെ ഇതിന് അതെനിക്കൊന്നും ഉണ്ടാവുന്നില്ല. അപ്പോ ലോകേഷ് പറഞ്ഞ തന്നെ ആവാൻ ചാൻസ് സ്റ്റാൻഡ് അലോൺ ആയിരിക്കുള്ളൂ. LCU ആവാൻ ഒട്ടും ചാൻസ് തന്നെ ഇല്ലാന്ന് തോന്നുന്നുണ്ട്. ആയിക്കഴിഞ്ഞാൽ ഭാഗ്യം, അത്രേ ഉള്ളൂ. എങ്ങനെ ആയിക്കഴിഞ്ഞാലും ഞാൻ ഹൈപ്ഡാണ്. നമുക്കപ്പോ എന്തായാലും ഞാൻ ഈ സിനിമ ഇപ്പോൾ August 14 ആണല്ലോ റിലീസ്. ഇതും വാർ 2 രണ്ടും ഞാൻ കാണുന്നതായിരിക്കും. റിയാക്ഷൻസ് ആയിട്ടും ബാക്കിയുള്ള ട്രെയിലറുകൾ ഇനി വരുന്നു, ഓരോ സിനിമകളുടെ വരുമ്പോൾ അതിന്റെ റിയാക്ഷൻസ് ആയിട്ടും റിവ്യൂസ് ആയിട്ട് ഞാൻ വീണ്ടും വരണേക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഇത്രയൊക്കെ തന്നെ സഹായം ചോദിക്കാൻ എനിക്കും പറ്റുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം നമുക്ക്. അതുവരെ ബൈ.